അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ബദരീങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് വിശുദ്ധമായ ഇസ്ലാം ഇവിടെ നിലനിൽക്കുന്നത്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി, അബൂബക്കറും ഫിൽ ജന്ന, ഉമറും ഫിൽ ജന്ന. അബൂബക്കർ റളിയല്ലാഹു അൻഹു സ്വർഗത്തിലാണ്, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു സ്വർഗത്തിലാണ്. അവർ ബദരീങ്ങളിൽപ്പെട്ടവർ ആയിരുന്നു. ബദരീങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ഇന്ന് നാം ഈ അനുഭവിക്കുന്നതായ വിശുദ്ധ ഇസ്ലാം നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അവർ ആയുധങ്ങളില്ലാതെ നിരായുധരായിട്ട് പോരാടുകയാണ്. വെറും 313 സ്വഹാബാക്കൾ. ശത്രുക്കൾ കാണൂ എങ്കിൽ കഴിക്കുവാൻ ധാരാളം ഭക്ഷണങ്ങളുണ്ട്, ആയുധങ്ങളുണ്ട്, ആൾബലമുണ്ട്. അതേസമയം 313 സഹാബാക്കൾക്ക് ആയുധങ്ങളില്ല, ആൾബലമില്ല. വെറും നോമ്പെടുത്തായിരുന്നു അവർ ബദർ യുദ്ധത്തിൽ പങ്കെടുത്തത്. ഒട്ടിയ വയറുമായിട്ടായിരുന്നു അവർ ബദറിൻ്റെ രണാങ്കണത്തിൽ അവർ പങ്കെടുത്തിട്ടുള്ളത്. അത് നാം മനസ്സിലാക്കൂ. അങ്ങനെ നാം ബദരീങ്ങളെ നാം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക. അങ്ങനെ നാം അള്ളാഹുവിലേക്ക് നാം മടങ്ങുവാനും ഇത്തഖുല്ലാഹ്, അള്ളാഹുവിനെ നാം തഖ്വ ചെയ്ത് നാം ജീവിക്കുവാനും നറൽ മദീന മിനൽ മദീന ഇലൽ മദീന, മദീനയുടെ രാജാവ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് കാണണം എന്നുള്ള ഒരാഗ്രഹം നമുക്ക് ഉണ്ടാവുക. അതിനായിട്ട് നാം അസ്സലാത്തു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ധാരാളമായിട്ട് സ്വലാത്തുകൾ നാം വർദ്ധിപ്പിക്കുക. അല്ലാഹു തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു തആല കബൂലാക്കുകയും ചെയ്യുമാറാകട്ടെ.